സഹോദരങ്ങളെ, 22 തറാവീഹും 21 നോമ്പും പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ. 22ാമത്തെ നോമ്പ് നാം അതിൻ്റെ പകലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഏറ്റവും നല്ല ദിവസം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, അത് ജുമുഅ ദിവസമാണ്. എന്നാൽ ഏറ്റവും നല്ല മാസം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, അത് റമളാൻ മുബാറക്കാണ്. ഏറ്റവും നല്ല അമൽ ഏതാണ്? അത് 5 നേരത്തെ നമസ്കാരമാണ്. ആ മനുഷ്യൻ ഉത്തരം കിട്ടിയ സന്തോഷത്തോടെ മടങ്ങിപ്പോകുമ്പോൾ മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹത്തോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യവും കിട്ടിയ മറുപടിയും ഒക്കെ വിവരിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും അത് തന്നെയാണ് മറുപടി പറയുക, പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. ഏറ്റവും നല്ല ദിവസം ഏതെന്ന് എന്നോട് ചോദിച്ചാൽ, മുഅ്മിനായ നിലയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഒരു മനുഷ്യൻ സ്വീകരിക്കപ്പെടുന്ന, അള്ളാഹുവിലേക്ക് പറന്നുയരുന്ന, അവൻ ഈ ലോകത്ത് നിന്ന് ജീവിതം പൂർത്തീകരിച്ചു പോകുന്ന ആ ദിവസമാണ്, അഥവാ അവൻ്റെ മരണ ദിവസമാണ്. ഏറ്റവും നല്ല മാസം ഏതൊരു മാസത്തിലാണോ അവൻ പശ്ചാത്തപിച്ച് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, ആ മാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാനിലാണ് കൂടുതൽ തൗബ നാം ചെയ്യുന്നത്. പക്ഷെ തൗബ ചെയ്യാത്ത ദിവസങ്ങളാണ് റമളാനിലുള്ളതെങ്കിൽ നമുക്കത് ഒരിക്കലും ശ്രേഷ്ഠമായ മാസമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും നല്ല അമൽ 5 നേരത്തെ നമസ്കാരം എന്ന് ഞാൻ പറയില്ല. കാരണം ഏതൊരു ഇബാദത്ത് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അള്ളാഹു അത് കബൂൽ ചെയ്തോ, അതാണ് ഏറ്റവും നല്ല അമൽ. നിസ്കാരമായിരുന്നാലും അള്ളാഹു സ്വീകരിച്ചില്ല എങ്കിൽ അതിലേറ്റവും നല്ല അമൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചുരുക്കത്തിൽ ഏറ്റവും നല്ല അമൽ അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കലാണ്. റമളാൻ പ്രത്യേകിച്ച് പട്ടിണി കിടക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ തൃപ്തിയും അവൻ്റെ കബൂലിയത്തും നാം നേടിയെടുക്കുക. ഏറ്റവും നല്ല ദിവസം മുഅ്മിനായ നിലയിൽ മരിക്കലാണ്. അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. ഓരോ റമളാനും ഇതിൻ്റെ അവസാനത്തെ റമളാനാണ് എന്ന ബോധത്തോടെ ജീവിക്കുക. ഏറ്റവും നല്ല മാസം തൗബ ചെയ്യുന്ന മാസമായി, പ്രത്യേകിച്ച് റമളാൻ മാസത്തെ തൗബ കൊണ്ട് നാം ധന്യമാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.